ഹായ്. നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ കയ്യിൽ പണം നിൽക്കാതെ വരിക, അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ എനർജി ഡ്രെയിൻ ആയിക്കൊണ്ടേയിരിക്കുക. വീട്ടിൽ പണം വരും, പക്ഷെ അത് കയ്യിൽ നിൽക്കില്ല എന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ കാരണങ്ങളൊക്കെ കൊണ്ടാവാം. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അനു ഹിയർ. നമ്മുടെ കബേർഡിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ നമ്മൾ അടുക്കി വെച്ചിരിക്കുന്ന കുറേ ക്ലോത്ത്സ് ഉണ്ടല്ലോ. അതെ, അത് തന്നെയാണ് കുഴപ്പക്കാർ. ആ ക്ലോത്ത്സിൽ നിങ്ങളുടെ സെൻറ്റ് ക്യാരി ചെയ്യുന്നുണ്ടാവും, അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ എനർജി ക്യാരി ചെയ്യുന്നുണ്ടാവും. അത് നിങ്ങളുടെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ, അത് നിങ്ങളുടെ ഓറയായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഇതൊക്കെ ക്യാരി ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളുടെ ക്ലോത്ത്സ് നിങ്ങൾ അലക്ഷ്യമായിട്ട് ഡിസ്പോസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ സ്പിരിച്വൽ പവർ സ്കാറ്റർ ചെയ്ത പോലെ ആയിരിക്കും. ഓക്കെ, സോ നിങ്ങളുടെ കരിയറിനെയും വെൽത്തിനെയും അതേപോലെ തന്നെ ഹെൽത്തിനും വളരെയധികം ദോഷം ചെയ്യും. നിങ്ങളുടെ കയ്യിൽ പണം നിൽക്കാതെ വരാനുള്ള സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഈ പഴയ ക്ലോത്ത്സ് ഒക്കെ തന്നെയാണ് നമ്മുടെ കയ്യിൽ പണം നിൽക്കാത്തതിനുള്ള മെയിൻ കാരണം. അപ്പോൾ നമ്മൾ ഈ പഴയ ക്ലോത്ത്സ് ഒക്കെ എന്ത് ചെയ്യും, എങ്ങനെയാണ് നിങ്ങൾ ഡിസ്പോസ് ചെയ്യാറ്? അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം, അതെന്താണെന്ന് നോക്കാം. ഓക്കെ, സോ സ്റ്റെപ്പ് നമ്പർ 1 എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ യൂസ് ചെയ്യാത്ത ക്ലോത്ത്സ്, നിങ്ങൾ ഡിസ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്ലോത്ത്സ് ഒക്കെ എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്യാം. സ്റ്റെപ്പ് നമ്പർ 2, അതൊരു 3 ദിവസത്തേക്ക് നിങ്ങൾ സൺലൈറ്റിൽ വെക്കുക. അപ്പോൾ നമ്പർ 3 എന്താണെന്ന് വെച്ചാൽ, സൺലൈറ്റിൽ വെച്ചിരിക്കുന്ന ഈ ക്ലോത്ത്സ് നല്ല വൃത്തിയായി മടക്കി ഒരു കറുത്ത ബാഗിൽ ഇട്ടിട്ട് വേണം നിങ്ങൾ ഡിസ്പോസ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് പഴയതാർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്യാവുള്ളൂ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോകളുമായി വീണ്ടും വരുന്നത് വരെ ബൈ.